നിങ്ങൾ കഴിഞ്ഞ മാസത്തെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്ത വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വിന്നർ ഇതുവരെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ആരാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്തായാലും വാച്ച് തരയോ അയച്ചു തരയോ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് തരയോ എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. സോ എത്രയും പെട്ടെന്ന് വിന്നർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമോ. ഇനി നിങ്ങളാണോ വിന്നർ എന്ന് എനിക്കറിയത്തില്ല, കാരണം ഒറിജിനൽ നെയിമുള്ളൊരു അക്കൗണ്ട് അല്ല തുടങ്ങിയിരിക്കുന്നത്. സോ നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ മാസമെങ്കിലും കിട്ടണ്ടേ. സോ ജനുവരി മാസത്തെ ഗിവ് അവേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ക്യാഷ് വാച്ചും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ക്യാഷ് F91W അല്ല 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 ഇത് വേറൊരു വാച്ചാണ്. അത്യാവശ്യം നല്ല കിട്ടില്ല ഒരു വാച്ച് എന്ന് പറയാം. കിടിലം തന്നെ. ഇതൊരു കളക്ടേഴ്സ് ഐറ്റമാണ്. ക്യാഷ്യയുടെ സംഭവത്തിൽ ഒരു കളക്ടേഴ്സ് ഐറ്റമാണ്. കിടിലം ഒരു വാച്ചാണ് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിന് 3 മോഡൽസാണ് ഉള്ളത്. ഒരു ചെയിൻ വരുന്ന മോഡലുണ്ട്, സ്ട്രാപ്പ്, പിന്നെ ഒരു ലെതർ സ്ട്രാപ്പ് വരുന്നുണ്ട്, സിലിക്കൺ സ്ട്രാപ്പ് വരുന്നുണ്ട്. സോ നമുക്കിത് ക്രോണക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് തന്നിരിക്കുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അവർ തന്നിരിക്കുന്നത് സിലിക്കൺ അല്ലെങ്കിൽ റെസിൻ ബാൻഡ് വരുന്നൊരു സംഭവമാണ്. റെസിൻ ബാൻഡാണ്, സിലിക്കൺ അല്ല. റെസിൻ ബാൻഡ് വരുന്നതിന് ഇത് പലരും നോക്കി നടക്കുന്നൊരു മോഡലാണ്. ഭയങ്കര പാടാണ് ഇത് കിട്ടാൻ. എങ്കിലും ഇത് നമുക്കവർ തന്നു. അവർ തന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു കസ്റ്റമൈസ്ഡ് വാച്ചും കൂടെയാണ്. കാരണം ഇത് നിങ്ങൾക്ക് കാഷ്യോ ഷോറൂമിൽ പോയാൽ ഈ ഒരു കസ്റ്റമൈസ് ചെയ്ത വാച്ച് കിട്ടത്തില്ല. ബട്ട് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് വേർഷൻ നിങ്ങൾക്ക് കിട്ടിയാലോ. പക്ഷേ നമ്മളെപ്പോഴും വാച്ച് എന്ന് പറയുമ്പോൾ റെയറായിട്ട് കൊണ്ടു നടക്കാനല്ലേ നോക്കത്തുള്ളൂ. സോ ഇതൊരു റെയർ പീസിൻ്റെ റെയർ പീസാണ്. ഓൾറെഡി ഈ വാച്ച് റെയറാണ്. അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും അത് റെയറാക്കി കളഞ്ഞു അവർ. സോ അതാണ് ഈ ഒരു വാച്ച്. അപ്പം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതാണ് നമ്മുടെ ജാനുവരി മന്ത് ഗീവ് അവേ വീഡിയോ. സോ ഇതിൽ വേണം കമൻറ്റ് ചെയ്യാൻ. നമുക്ക് ഈ സെയിം വീഡിയോയിൽ തന്നെ ഷോർട്സ് റണ്ണിങ് ആയിരിക്കും. അതിപ്പോൾ ഈ ആൾക്കാരെ നമുക്ക് ഈ ഒരു വീഡിയോയിലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്സ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഷോർട്സിൽ പോയി നിങ്ങൾ കമൻറ്റ് ചെയ്തോ. പക്ഷേ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണം കമൻറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഈ വാച്ച് കിട്ടത്തുള്ളൂ. അത് മറന്നു പോയില്ല. സോ നമുക്ക് ഈ ഒരു കിടിലം വാച്ച് പൊട്ടിച്ചാലോ. ഞാൻ ഓൾറെഡി പൊട്ടിച്ചു, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. സോ നമ്മൾ ഈ വാച്ച് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അയ്യോ ഇതിൻ്റെ അകത്ത് വാച്ച് ഇല്ലല്ലോ. വാച്ച് എവിടെ പോയി? അതാ കിടക്കുന്നു വാച്ച്. ഇതാണ് ആ ഒരു വാച്ച്. കാഷ്യോയുടെ AE1200 എന്ന് പറയുന്ന വാച്ച്. അതിൻ്റെ ജുറാസിക് പാർക്ക് എഡിഷൻ എടുത്ത് ആ ജുറാസിക് പാർക്കിൽ ആ ഡൈനോസറിൻ്റെ ഒരു ലോഗോ, ഒരു യെല്ലോ ഡിസ്പ്ലേ വിത്ത് റെഡ് കോമ്പിനേഷൻ. കിട്ടില്ല സാധനം ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പൊട്ടിച്ചുടനെ ഞാൻ കയ്യിലൊന്ന് കെട്ടി നോക്കി. ഒരു ലുക്കുള്ള സാധനം തന്നെ. ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. നിങ്ങൾക്ക് AE1200 നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. നിങ്ങൾക്ക് വേറെ കുറേ പ്രത്യേകതകളുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെന്താണെന്ന്. നമുക്ക് ആദ്യം ഒന്ന് വാച്ച് ഊരട്ടെ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ കിട്ടിയത്. നമുക്ക് വാച്ച് ഊരിയിട്ടൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ്. AE1200 എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ എത്തിയപ്പോൾ കസ്റ്റമൈസ്, അതായത് 1000 ആൾക്കാർ നടന്നു ഒരാളുടെ കയ്യിൽ ഈ വാച്ച് കാണത്തുള്ളൂ. അത് നിങ്ങൾ ആലോചിച്ചാണ്. സോ ഇതാണ് ഗൈസ് ആ വാച്ച്. ഫോക്കസ് ആകുന്നുണ്ടോ? യെസ്. ഏറ്റവും വലിയ പ്രത്യേകത കസ്റ്റമൈസേഷനിൽ ജുറാസിക് പാർക്കിൻ്റെ ആ ഒരു ലോഗോ ഉണ്ട്, ഒരു ഡൈനോസർ ലോഗോ. പിന്നെ ഇവിടെ വേൾഡ് മാപ്പ് വരുന്നുണ്ട്. അതും താഴത്തെ മെയിൻ ടൈം കാണിക്കുന്നതും യെല്ലോ ഡിസ്പ്ലേ ആണ്. പിന്നെ ഒരു റെഡ് ആക്സെൻറ്റും വന്നിട്ടുണ്ട് ഡിസ്പ്ലേയിൽ തന്നെ. ഈ യെല്ലോ റെഡ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ജുറാസിക് പാർക്ക് ആയതുകൊണ്ട് തന്നെയാണ്. സോ ഇതാണ് ആ ഒരു വാച്ച്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ ഇതിൽ ലൈറ്റ് കത്തുന്നുണ്ട്. മറ്റൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഈ ഡൈനോസർ ലോഗോ ഗ്ലോ ചെയ്യും. കണ്ടോ? ലൈറ്റ് കുറവാണെങ്കിൽ ഈ ഡൈനോസർ ലോഗോ ഇങ്ങനെ ഗ്ലോ ചെയ്യും. മാത്രമല്ല ലൈറ്റ് കത്തിക്കുമ്പോഴും ചെറിയൊരു ഡൈനോസറിൻ്റെ ആ ഒരു ടിൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അത് നൈറ്റേ കാണാൻ പറ്റത്തുള്ളൂ, മോർണിംഗ് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു ചെറിയ ലൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡൈനോസറിൻ്റെ ഗ്ലോ ചെയ്യുന്ന ലോഗോ കാണാൻ പറ്റും. ആഹാ, കിട്ടില്ല സാധനം. പിന്നെ ഇതിലെടുത്ത് പറയാനുള്ള വാച്ചിൻ്റെ ഫീച്ചേഴ്സാണ് ബേസിക്സ് സംഭവങ്ങൾ. ഇതിൽ വേൾഡ് ടൈം ഉണ്ട് ഈ ഒരു വാച്ചിൽ. അതാണ് AE1200 ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 5 അലാംസ് വരെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ സ്റ്റോപ്പ് വാച്ച്, ടൈമർ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ക്യൂട്ട് വാച്ചാണ്. മെറ്റൽ
ബട്ടൺസൊക്കെയാണ് വന്നിരിക്കുന്നത്. റെസിൻ ബാൻഡാണ്, മൊത്തം റെസിൻ ഫിനിഷാണ്. ബാക്ക് മാത്രമേ മെറ്റലായിട്ടുള്ളൂ. കൊള്ളാം, നല്ല കിടില സാധനം. അപ്പോൾ കാഷ്യോയുടെ AE1200 ഒരു ഗോൾഡ് ആക്സൻസ് വരുന്നതാണ് കേട്ടോ. ജുറാസിക് പാർക്ക് എഡിഷൻ അവർ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഒരു സിൽവർ ആക്സൻസ് വരുന്നതുകൊണ്ട്, പക്ഷേ ഇത് ഗോൾഡ് ആക്സൻസ് വരുന്നതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു റയർ പീസാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ റയർ ആയിരുന്ന കാഷ്യോ AE1200 ക്രോണക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് ഒന്നുകൂടെ റയറാക്കി ജുറാസിക് പാർക്ക് എഡിഷൻ. ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട്. നിങ്ങൾക്കിത് ഇൻ കേസ് ആർക്കെങ്കിലും ഈ ഗിവ് അവേ അല്ലാണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ ക്രോണക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യുക, അവിടെ നിന്ന് നിങ്ങൾ മേടിക്കുക. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ട് അവരുടെ നല്ല കിട്ടില്ല കുറേ കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വേറെ ആവശ്യമുള്ളവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം ഏതൊക്കെ വരുമെന്ന്. പിന്നെ മറ്റൊരു കാര്യം, അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ AE1200 എന്ന് വെച്ചാൽ ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ജുറാസിക് പാർക്കിൻ്റെ ലോഗോ, അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ലോഗോ, നിങ്ങളുടെ നെയിമിൻ്റെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് അതെല്ലാം വയ്ക്കാം. ഡിസ്പ്ലേ കളേഴ്സ് ഇഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. അവരത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. സോ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ക്രോണക്സിൻ്റെ ഇൻസ്റ്റാ പേജിൽ ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യുക, അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, സെറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ജാനുവരി മന്തിലെ ഗീവ് അവേക്ക് കൊടുക്കുന്ന വാച്ച്, കാഷ്യോയുടെ AE1200 ജുറാസിക് പാർക്ക് എഡിഷൻ ബൈ ക്രോണക്സ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതെന്ന്, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ക്രോണക്സിൻ്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ലിമിറ്റ്ലെസ് മല്ലുവിൻ്റെ, അതായത് ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇൻസ്റ്റാ ID ഫോളോ ചെയ്യണം. മറക്കല്ല് ഇതൊന്നും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഗീവ് അവേക്ക് അവർ വല്ലതും തരത്തുള്ളൂ. അതൊക്കെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ എന്തായാലും വരും. അതിൽ കയറി കമൻറ്റ് ഇടല്, നേരത്തെ പറഞ്ഞാണ് കമൻറ്റ് ഇട്ടോ. പക്ഷേ നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ പോയി കമൻറ്റ് ഇടല്, 2 കമൻറ്റ് ഇട്ടോ, അത് നല്ലതാണ്. സോ ഈ ഒരു വാച്ചിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് തുടങ്ങുക. ഞാൻ ഈ വാച്ച് എന്തായാലും യൂസ് ചെയ്യുന്നില്ല, ഞാൻ അതേപോലെ പാക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മൾ യൂസ് ചെയ്ത് വല്ല സ്ക്രാച്ചൊക്കെ ആക്കി അങ്ങനെ കൊടുക്കുന്ന മോശമല്ലേ. അതുകൊണ്ട് നമ്മൾ തിരിച്ച് അതേപോലെ പാക്ക് ചെയ്ത് ഭദ്രമാക്കി തന്നെ വെക്കും. നമ്മളങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനമൊന്നും നമ്മൾ യൂസ് ചെയ്ത് സ്ക്രാച്ചൊന്നും വെക്കാൻ പാടില്ല. സോ ഒന്നുകൂടെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ വാച്ചൊന്നും കാണിച്ചു തരാം. എനിക്ക് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയില്ല. കാഷ്യോയുടെ AE1200 ഇതാണ് നമ്മൾ ജാനുവരി മന്ത് ഗീവ് അവേക്ക് കൊടുക്കാൻ പോകുന്നത്. എങ്ങനെയുണ്ട് സാധനം? ഹാപ്പിയാണോ? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിറ്റിലും വീഡിയോ തുടങ്ങി. അതൊരു സി യു. അയ്യോ പോലെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു കിറ്റിൽ ഒരു G-Shock വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ അടുത്ത് വരുന്നതായിരിക്കും. അപ്പം സി യു, ബൈ.